കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ഈ ശനിയാഴ്ച കർത്താവിൽ പ്രിയം വെച്ച് കർത്താവിന് വേണ്ടി ജീവിച്ച് കർത്താവിന് വേണ്ടി ഓടി കർത്താവിന്റെ സന്നിധിയിലേക്ക് കടന്നുപോയ ഡോക്ടർ ആനിയുടെ ഭൗതിക ശരീരം സംസ്കരിക്കുന്ന ദിവസമാണല്ലോ. അതിനോടനുബന്ധിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ സംസാരിക്കാം ഉദ്ദേശിച്ചാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. ദയവായിട്ട് സ്വിച്ച് ഓഫ് ചെയ്യാതെ, ദയവായിട്ട് ഇത് പകുതി വെച്ച് നിർത്താതെ മുഴുവൻ കാണണമേ എന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. കാരണം ദൈവവചനമാണ് ഞാൻ സംസാരിക്കുന്നത്. ഇത് നമ്മൾക്ക് അനുഗ്രഹമായിരിക്കും. ദൈവവചനം നമ്മുടെ കാലിന് ദീപവും പ്രകാശവുമാണ്, പാതയ്ക്ക് പ്രകാശവുമാണ്. അപ്പോൾ നാം ദൈവവചനം കേൾക്കുമ്പോൾ അതിനകത്ത് വിടുതലുണ്ട്. ഡോക്ടർ ആനി കർത്താവായ യേശുവിന് വേണ്ടി ജീവിച്ച ഒരു ദൈവദാസിയായിരുന്നു. ഞാൻ മസ്കത്തിൽ പോകുമ്പോൾ, പാസ്റ്റർ ഫിലിപ്പിന്റെ കൂടെ താമസിക്കുമ്പോൾ, അദ്ദേഹം എപ്പോഴും കർത്താവിന് വേണ്ടി ഓടുന്നൊരു ദൈവദാസനാണ്. എന്നാൽ ഡോക്ടർ ആനി എല്ലാ സമയത്തും പ്രാർത്ഥനയിലും ഓരോരുത്തർ വരുന്ന കാര്യങ്ങൾ അന്വേഷിച്ചും, ഒരാളെ ആരാധനയിൽ കണ്ടില്ലെങ്കിൽ അതിനുവേണ്ടി നോക്കിയും, ഒരാൾ വീട്ടിൽ വന്ന അവരെ ശുശ്രൂഷിക്കുന്ന കാര്യങ്ങളിലും, എവിടെയെങ്കിലും ഒരാൾ സുവിശേഷം പറയാൻ കിട്ടിയ സുവിശേഷം പറഞ്ഞ കാര്യങ്ങളിലും ഡോക്ടർ ആനി ഭയങ്കരമായ വ്യാപൃതയായിരുന്നു. സത്യത്തിൽ ഒരു ചർച്ചിന്റെ ബാക്ക് ബോൺ ആയിട്ട് നിന്ന ഒരു ദൈവദാസിയാണ്. കർത്താവിന്റെ സന്നിധിയിൽ വിലയേറിയ ഒരു സഹോദരിയായിരുന്നു നമ്മുടെ ഡോക്ടർ ആനി. എന്നാൽ ഡോക്ടർ ആനി മറ്റുള്ളവർ കാണുക ചെയ്യുന്ന ഒരു സഹോദരി അല്ലായിരുന്നത് കൊണ്ട് പലരും പലപ്പോഴും അത് മനസ്സിലാക്കി കാണുന്നില്ല. എന്നാൽ അടുത്തറിയുമ്പോൾ മനസ്സിലാകും, കർത്താവിന് വേണ്ടി എരിയുന്ന ഒരു ഹൃദയമായിരുന്നു തന്റെ മകൾക്കുണ്ടായിരുന്നത്. ഇയ്യോബിന്റെ പുസ്തകം 1-ാം അധ്യായം 21-ാം വാക്യത്തിൽ പറയുന്ന പ്രകാരം, ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ ഭൂമിയിൽ ഡോക്ടർ ആനി ഉണ്ടായിരുന്നപ്പോൾ ജീവിച്ചിരുന്ന ഭൗതിക ശരീരം ഉപേക്ഷിച്ച് തന്റെ പിതാവിന്റെ സന്നിധിയിലേക്ക് കരേറി പോകാനിടയായി. ഇപ്പോൾ നമ്മൾ ഡോക്ടർ ആനിയെ കണ്ടിട്ട് ചോദിക്കുകയാണ്, ഡോക്ടർ ആനി, നിങ്ങൾ തിരിച്ച് ഭൂമിയിലേക്ക് വരുവാൻ ആഗ്രഹിക്കുന്നു എന്ന് ചോദിച്ചാൽ ഡോക്ടർ ആനി വിളിച്ചു പറയും, ഇല്ല, എനിക്ക് താല്പര്യമില്ല, ഞാൻ എൻ്റെ പിതാവിന്റെ സന്നിധിയിൽ സന്തോഷത്തോടെ ആയിരിക്കുന്നുവെന്ന്. എനിക്കറിയാം, ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഡോക്ടർ ആനിയുടെ ബന്ധുമിത്രാദികൾ, സഹോദരി സഹോദരന്മാർ, അടുത്ത ഫ്രണ്ട്സ് ഒത്തിരി പേരുണ്ടായിരിക്കും. നിങ്ങളോട് എല്ലാവരോടും എനിക്ക് പറയാനുള്ള കാര്യമുണ്ട്, ഡോക്ടർ ആനി മരിച്ചില്ല. ഡോക്ടർ ആനിയുടെ ഭൗതിക ശരീരം മാത്രമാണ് ശനിയാഴ്ച അടക്കുന്നത്. ഡോക്ടർ ആനി താൻ പ്രിയം വെച്ച കർത്താവായ യേശുവിന്റെ സന്നിധിയിൽ സന്തോഷത്തോടെ സമാധാനത്തോടെ ആയിരിക്കുകയാണ്, ചിരിച്ച് ഉല്ലാസത്തോടെ ആയിരിക്കുകയാണ്. അതുകൊണ്ട് നാം ഒരു കാര്യം മനസ്സിലാക്കണം, നാം കർത്താവായ യേശുവിന് വേണ്ടി ജീവിക്കുകയാണെങ്കിൽ നാം ഒരിക്കൽ കർത്താവിൽ സന്തോഷിക്കുവാൻ ഇടയാകും. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാനൊരു വീട്ടിൽ പോകാൻ ഇടയായി. ഞങ്ങളുടെ അടുത്തൊരു ഫാമിലി ഫ്രണ്ടിന്റെ പിതാവ് മരിച്ചുപോയി. അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു, അടുത്ത ദിവസങ്ങളിൽ ഞങ്ങൾ പ്രത്യേക പ്രോഗ്രാം വെക്കുന്നുണ്ട്, ഒരു ഒപ്പീസ് ഞങ്ങൾ ചൊല്ലുന്നുണ്ട്, അതിനുവേണ്ടി ഒത്തിരി പേര് ക്ഷണിക്കുന്നുണ്ട്, താല്പര്യമുള്ളവരൊക്കെ വരാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചോദിച്ചു, എന്തിനാണെന്ന് പറഞ്ഞു, പിതാവിന്റെ വിയോഗത്തിൽ ഞങ്ങൾ ദുഃഖിക്കുന്നു, എന്നാൽ ആത്മാവിന്റെ ശാന്തിക്ക് വേണ്ടി ഞങ്ങൾ ചെയ്യുകയാണ്. ഞാൻ പറഞ്ഞു, ആത്മാവ് ഓൾറെഡി പോയി കഴിഞ്ഞു, ഇനി എന്ത് ചെയ്യുവാൻ സാധിക്കും? എന്നാലും അങ്ങനെയല്ല, എന്തെങ്കിലും കുറവുകളോ എന്തെങ്കിലും കുഴപ്പങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറിക്കോട്ടെ, ദൈവം അത് ക്ഷമിച്ച് സ്വർഗത്തിലേക്ക് പോകുവാൻ ഒന്ന് വഴിയാകുമല്ലോ. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ മരിച്ചതിന് ശേഷം ജീവിതത്തിൽ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ പിതാവ് സ്വർഗത്തിൽ പോയി നിങ്ങൾക്ക് ഉറപ്പില്ലേ? നമുക്ക് അറിയത്തില്ലല്ലോ എന്ന് പറഞ്ഞു. സ്തോത്രം. അപ്പോൾ ഞാൻ ചോദിച്ചു, അടുത്തത് എന്ത് ചെയ്യും? ഇത് കഴിഞ്ഞിട്ട് പോയി നിന്ന് ഉറപ്പ് ഒന്നുമില്ല. എല്ലാ വർഷവും ഞങ്ങൾ ആ ആണ്ടിന്റെ സമയമാകുമ്പോൾ ഞങ്ങൾ ഒരു പുതിയ പ്രാർത്ഥന വെക്കും, ആ പ്രാർത്ഥനയിൽ വീണ്ടും ഞങ്ങൾ ചോദിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും ഉറപ്പില്ലേ നിങ്ങളുടെ പിതാവ് പോയി എന്ന് ചോദിച്ചപ്പോൾ അവർക്ക് അതിന്റെ ഉത്തരം പറയുവാൻ സാധിച്ചില്ല. എന്നാൽ എനിക്കൊരു കാര്യം പറയുവാൻ സാധിക്കും, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. എവിടെയാകണമെന്നാ പറഞ്ഞത്? ക്രിസ്തുവിനെ കുറിച്ച് അറിയണമെന്നല്ല പറഞ്ഞത്, തിരുവത്താഴം എടുത്തത് കൊണ്ട് എന്നല്ല പറഞ്ഞത്, ഒരുവൻ ഒരു വലിയ സഭയിൽ പോയത് കൊണ്ടോ കുടുംബക്കല്ലറയിൽ അടക്കിയത് കൊണ്ടോ സ്വർണം കൊണ്ട് പൊതിഞ്ഞ ശവക്കല്ലറയിലോ അല്ലെങ്കിൽ ഒരു കൊഫിനകത്ത് വെച്ചത് കൊണ്ട് എന്നല്ല പറഞ്ഞത്. ഒരുവൻ ക്രിസ്തുവിൽ ആയാൽ, when a person is in Christ he is a new creation എന്ന. അപ്പോൾ ഒരുവൻ ക്രിസ്തുവിൽ ആകുമ്പോഴാണ് അവൻ പുതിയ സൃഷ്ടിയാകുന്നത്. ഒരുവൻ ക്രിസ്തുവിൽ ആകുമ്പോൾ ക്രിസ്തു അവനിൽ വസിക്കുവാൻ തുടങ്ങും. അവൻ ഓട്ടോമാറ്റിക്കായിട്ട് ക്രിസ്തുവിനെ കുറിച്ച് മറ്റുള്ളവരോട് പറയുവാൻ തുടങ്ങും. ക്രിസ്തുവിനെ കുറിച്ച് പറയാനുള്ള ആഗ്രഹം അവനുണ്ടാകും. അതാണ് യഥാർത്ഥ ക്രിസ്ത്യാനി എന്ന് പറയുന്നത്. ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചുകൊണ്ടല്ല നാം ക്രിസ്ത്യാനിയാകുന്നത്. ക്രിസ്തു ഒരുവന്റെ ജീവിതത്തിൽ വസിച്ച് അവൻ ക്രിസ്തുവിനെ പിൻപറ്റുമ്പോഴാണ് അവൻ ക്രിസ്ത്യാനിയായി മാറുവാൻ ഇടയാകുന്നത്. ദൈവത്തിന്റെ വചനത്തിന്റെ പ്രകാരം നാം കാണുന്നു, ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ച് വിശ്വാസം കാത്തു.
സ്തോത്രം. ഡോക്ടർ ആനിക്കും അതാണ് പറയാനുള്ളത്. നല്ല പോർ പൊരുതി ഓട്ടം തികച്ച് വിശ്വാസം കാത്തു നീതിയുടെ കിരീടം. ഹല്ലേലൂയ. സ്വർഗത്തിൽ കർത്താവിന്റെ കൂടെ വസിക്കുവാൻ ദൈവം തന്റെ മകൾക്ക് കൊടുത്ത വലിയ സന്തോഷത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. ഞങ്ങൾ UK-യിൽ നിന്ന് നാട്ടിലേക്ക് ചെല്ലാൻ നേരത്ത് ഞങ്ങളുടെ പിതാവിനോട് ഞങ്ങൾ നേരത്തെ, പിതാവിന് അറിയാം ഞങ്ങൾ വരുന്ന സമയം, പിതാവിനും മാതാവിനും അവര് നേരത്തെ തന്നെ വീടൊക്കെ അടിച്ച് വൃത്തിയാക്കി, പെയിന്റൊക്കെ അടിച്ച്, റൂമൊക്കെ ക്ലിയർ ആക്കി, എല്ലാ കാര്യങ്ങളും തൂത്ത്, ഗാർഡനൊക്കെ വൃത്തിയാക്കി, പറമ്പൊക്കെ ഒന്ന് കിളപ്പിച്ച് എല്ലാം ശരിയാക്കിയിടും. എന്തിനാണെന്നറിയാമോ? ഞങ്ങൾ വരുന്നതിന്റെ സന്തോഷം. നമ്മൾ ഡോക്ടർ സ്വർഗത്തിലേക്ക് പോയി തന്റെ പിതാവിന്റെ സന്നിധിയിലേക്ക് കയറിയപ്പോൾ സ്വർഗത്തിൽ ഭയങ്കര സന്തോഷമാണ്. കാരണം എൻ്റെ മകൾ വന്നു എന്നുള്ളതിന്റെ സന്തോഷമാണ്. ഭൂമിയിൽ നമ്മൾക്ക് ദുഃഖമുണ്ട്. ഭൂമിയിൽ വിയോഗത്തിൽ നമ്മൾ എല്ലാവരും ദുഃഖിക്കുന്നവരാണ്. ഉദാഹരണം, സ്വന്തം മക്കൾ ഗൾഫിലോട്ടോ അമേരിക്കയിലോട്ടോ ഒക്കെ പോകുമ്പോൾ മാതാപിതാക്കൾ കരയാറുണ്ട്. പക്ഷേ ആ ദുഃഖം ഒരു സന്തോഷ കാര്യത്തെ കുറിച്ചുള്ള ദുഃഖമാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഡോക്ടറാനി സ്വർഗത്തിലേക്ക് പോയത്. കർത്താവിന്റെ തന്റെ മകൾ താൻ പ്രിയം വെച്ച യേശുവിന്റെ സന്നിധിയിലേക്ക് പോയത്. നമുക്ക് ദുഃഖമുണ്ട്. വേർപാടിൽ നാം എല്ലാവരും ദുഃഖിക്കുന്നവരാണ്. ദുഃഖമില്ലാത്തവരാരുമില്ല. എന്നാൽ സ്തോത്രം മനസ്സിലാക്കണം, കർത്താവിന്റെ സ്ഥാനത്തിലേക്ക് എടുക്കപ്പെടുവാനിടയായി. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കാര്യം ചിന്തിച്ചപ്പോൾ അത്ഭുതകരമായ ഒരു കാര്യം എനിക്ക് മനസ്സിലായി. കർത്താവായ യേശു ക്രിസ്തു, ദൈവവചനം നാം നോക്കിയാൽ പഠിക്കാൻ മനസ്സിലാകാൻ സാധിക്കും. യേശു ക്രിസ്തു ഒരിടത്തും ഒരു മരണ ശുശ്രൂഷ ചെയ്തില്ല. അവൻ മരിച്ചവരെ ഉയർപ്പിച്ചു, രോഗികളെ സൗഖ്യമാക്കി, ബദ്ധന്മാരെ വിടുവിച്ചു. എന്നാൽ അവൻ മരണ ശുശ്രൂഷ ചെയ്തില്ല. കാരണം അവന്റെ പേര് ജീവൻ എന്നാണ്. യേശുക്രിസ്തു യോഹന്നാന്റെ സുവിശേഷം 14-6 ഇപ്രകാരം പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു, എന്നിൽ കൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുക്കിലേക്ക് വരുന്നില്ല. ഹല്ലേലൂയ. അപ്പോൾ അതിന്റെ അർത്ഥം യേശുക്രിസ്തു ജീവനാണ്. അവൻ ജീവൻ കൊടുക്കുന്നവനാണ്. അവൻ ജീവൻ തരുന്നവനായ ദൈവമാണ്. ഇന്ന് നമുക്ക് എന്ത് ചെയ്യുവാൻ സാധിക്കും? നമുക്ക് ആ യേശുവിൽ വിശ്വസിക്കുമ്പോൾ നമുക്കറിയാം ആ ജീവൻ എന്നിലും ഉണ്ട് എന്ന് പറയുവാൻ സാധിക്കും. റോമാലേഖനം 14 അതിന്റെ 7-8 വാക്യം വായിക്കുമ്പോൾ ഇപ്രകാരം കാണുന്നു, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു. യോഹന്നാന്റെ സുവിശേഷം 11 അതിന്റെ 25 വാക്യത്തിൽ ഇപ്രകാരം കാണുന്നു, ലാസറിന്റെ സഹോദരിമാരോട് യേശുക്രിസ്തു ഇപ്രകാരം പറഞ്ഞു, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. ഹല്ലേലൂയ. യേശുക്രിസ്തുവിന്റെ പേരെന്താണെന്നറിയാമോ? അവൻ അത്ഭുത മന്ത്രി, വീരനാൻ ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു. അവൻ അത്ഭുത മന്ത്രിയാണ്. അവൻ ജീവനും പുനരുത്ഥാനവുമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നാം ഇപ്രകാരത്തിൽ വചനത്തിൽ മനസ്സിലാക്കുന്ന കാര്യമുണ്ട്. കർത്താവിൽ ഒരുവൻ ആയാൽ അവൻ കർത്താവിന്റെ സന്നിധിയിലേക്ക് എടുക്കപ്പെടുവാനിടയാകും. നാം എല്ലാവരും ഡോക്ടർ ആനിയെ സ്നേഹിച്ചവരാണ്. നാം ആ ഡോക്ടർ ആനിയെ സ്നേഹിച്ചു എന്നുള്ളത് ഇനിയും നമുക്ക് ഡോക്ടർ ആനിയോട് പറഞ്ഞാൽ ഡോക്ടർ ആനിക്ക് മനസ്സിലാകുമോ? ഇല്ല. ഡോക്ടർ ആനി നമ്മളെ വിട്ട് കടന്നു പോകാനിടയായി. ഡോക്ടർ ആനി ജീവിച്ചിരുന്നപ്പോൾ പലരും ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കാം. എന്നെ ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന പലരോടും വളരെ പേഴ്സണലായിട്ട് ഞാൻ ഒരു കാര്യം പറയട്ടെ. എൻ്റെ ആത്മാവിൽ തോന്നിയൊരു കാര്യം പറയുക. നിങ്ങൾ പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട്, ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാകാം. എന്താണെന്നറിയാമോ? ഡോക്ടർ ഉണ്ടായിരുന്നെങ്കിൽ, ചേച്ചി ഉണ്ടായിരുന്നുവെങ്കിൽ, അമ്മാമ്മ ഉണ്ടായിരുന്നുവെങ്കിൽ എനിക്കൊന്ന് പറയാൻ സാധിക്കുമായിരുന്നു എന്തുമാത്രം ഞാൻ അവരോട് കടപ്പെട്ടിരിക്കുന്നു, എന്തുമാത്രം ഞാൻ അവരെ സ്നേഹിച്ചിരുന്നു എന്ന് എനിക്ക് പറയാമായിരുന്നു. ഇനി അവരില്ലല്ലോ. ഭാരപ്പെടണ്ട. നിങ്ങൾക്കൊരു സുവർണ അവസരമുണ്ട്. ആ അവസരം ഞാൻ ഒന്ന് പ്രസന്റ് ചെയ്തോട്ടെ. നിങ്ങളത് സ്വീകരിക്കാൻ തയ്യാറാണോ? നമ്മൾക്ക് ഡോക്ടർ ആനിയോടുള്ള സ്നേഹത്തെ അറിയിക്കുവാൻ നമുക്കൊരു കാര്യം ചെയ്യുവാൻ സാധിക്കും. ഡോക്ടർ ആനി കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി ശക്തമായി ജീവിച്ചു. യേശുവിന് വേണ്ടി പ്രവർത്തിച്ചു. യേശുവിനെ കുറിച്ച് മറ്റുള്ളവരോട് പറഞ്ഞു. ഇനി നമുക്ക് ചെയ്യുവാൻ പറ്റുന്ന കാര്യമുണ്ട്. ആ ഡോക്ടർ ആനി പിൻപറ്റിയ പാത നമുക്ക് പിൻപറ്റുവാൻ സാധിക്കും. ഇതിൽ കർത്താവായ യേശുവിനെ ഡോക്ടർ ആനി മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാത്തവരുണ്ടെങ്കിൽ, ഡോക്ടർ ആനി തന്റെ ജീവിതത്തിലേക്ക് യേശുവിനെ സ്വീകരിച്ചതുപോലെ സ്വീകരിക്കാത്തവരുണ്ടെങ്കിൽ, ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. നിങ്ങളും ആ യേശുവിനെ ഒന്ന് സ്വീകരിക്കുമോ? ഡോക്ടർ ആനിയുടെ സഹോദരന്മാരെ, ബന്ധുക്കാരെ, ചാർച്ചക്കാരെ, ബന്ധുമിത്രാദികളെ, ഫ്രണ്ട്സെ, ഫാമിലി മെമ്പേഴ്സ് എല്ലാവരോടും ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റുമോ? ഇന്ന് പറയാൻ സാധിക്കുമോ? ഞാൻ ഡോക്ടർ ആനി പിൻപറ്റിയ പോലെ ഞാൻ യേശുവിനെ പിൻപറ്റുവാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ആ യേശുവിനെ വേണ്ടി ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നു. റോമാലേഖനം 8-1 പറയുന്നു, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. For now there is no condemnation for those who are in Christ Jesus. കർത്താവായ യേശുവിൽ ഉള്ളവർക്ക് എന്നാണ് വചനം പഠിപ്പിക്കുന്നത്. മറ്റൊരു വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, പാപത്തിന്റെ ശമ്പളം മരണമത്രേ, എന്നാൽ ദൈവത്തിന്റെ ദാനം എന്താണ്? ക്രിസ്തു യേശുവിൽ നിത്യജീവൻ. ഇവിടെ എല്ലാം നാം കാണുന്ന കാര്യമുണ്ട്. ക്രിസ്തു യേശുവിൽ ആണ്. യേശുവിനെ കുറിച്ച് അറിയുന്നതിലല്ല, കേൾക്കുന്നതിലല്ല, മനസ്സിലാക്കുന്നതിനെ കുറിച്ചല്ല. യേശുവിൽ ആകുമ്പോൾ
നമുക്ക് നിത്യജീവനുണ്ട്. യേശുവിൽ ആകുമ്പോൾ ശിക്ഷാവിധിയില്ല. യേശുവിൽ ആകുമ്പോൾ ഒരു പുതിയ വ്യക്തിയായി മാറും. ഇന്ന് നിങ്ങൾക്ക് ആ ഡോക്ടറായി സ്നേഹിക്കുന്നുണ്ട് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ചേർന്ന് ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുമോ? കർത്താവായ യേശുവേ, നിന്റെ കരങ്ങളിലേക്ക് ഞാൻ എന്നെ സമർപ്പിക്കുന്നു. ഞാൻ എൻ്റെ ജീവിതത്തിൽ പാപങ്ങൾ കുറവുകളുണ്ട് ഞാൻ സമ്മതിക്കുന്നു. ഡോക്ടർ ആനി, കർത്താവെ, അങ്ങയെ മനസ്സിലാക്കിയതുപോലെ, അങ്ങയെ സ്നേഹിച്ചതുപോലെ അങ്ങയെ ഞാനും മനസ്സിലാക്കുവാൻ ആഗ്രഹിക്കുന്നു. ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ. എന്നെ ഒരു പുതിയ സൃഷ്ടിയാക്കണമേ. ഇന്ന് ഞാൻ നിന്നെ എൻ്റെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുന്നു. എൻ്റെ കർത്താവായ രക്ഷിതാവായി ഞാൻ അംഗീകരിക്കുന്നു. ഞാൻ പ്രഖ്യാപിക്കുകയാണ്, യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഇന്നൊരു പുതിയ സൃഷ്ടിയാണ്. അതെ, കാഹളം ധ്വനിക്കുമ്പോൾ ഞാൻ ജീവനോടുള്ള, ഞാൻ ഭൂമിയിലുണ്ട് എങ്കിൽ ഞാൻ നിന്നോടുകൂടി എടുക്കപ്പെടും. ഇല്ല, ഞാൻ ഇന്ന് മരിച്ചാൽ എനിക്ക് ഉറപ്പുണ്ട്, ഞാൻ സ്വർഗത്തിൽ അങ്ങയുടെ അടുത്തേക്ക് കടന്നു വരും. കർത്താവെ, നന്ദി പറയുന്നു. ഹല്ലേലൂയ. നിങ്ങൾ ആ പ്രാർത്ഥന എൻ്റെ കൂടെ പ്രാർത്ഥിച്ചുവെങ്കിൽ എനിക്ക് ഉറപ്പ് പറയാൻ സാധിക്കും, ഒരിക്കൽ നിങ്ങളും ഈ ഭൂമിയിൽ വിട്ടുപോകുമ്പോൾ അവിടെ വെച്ച് നമുക്ക് ഡോക്ടർ ആനിയെ കാണുവാൻ സാധിക്കും. കർത്താവായ യേശുവിന്റെ സന്നിധിയിൽ സന്തോഷിക്കുന്ന ഡോക്ടർ ആനിയെ കാണുവാൻ സാധിക്കും. നിങ്ങൾ ആ പ്രാർത്ഥന പ്രാർത്ഥിച്ചുവെങ്കിൽ ഒരു കാര്യം എനിക്ക് ഉറപ്പുണ്ട്, നിങ്ങളുടെ പേരും ജീവന്റെ പുസ്തകത്തിൽ എഴുതി കഴിഞ്ഞു. ഹല്ലേലൂയ. കർത്താവായ യേശു നിങ്ങളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ കൃപ നിങ്ങളുടെ കൂടെ ഇരിക്കുമാറാകട്ടെ. കർത്താവിന്റെ സ്നേഹം നിങ്ങളെ നടത്തുകയും ഭരിക്കുകയും ചെയ്യുമാറാകട്ടെ. കർത്താവിന് വേണ്ടി ഓടി പ്രത്യാശയോടെ ഓടിയ തന്റെ ദാസിയുടെ ഭൗതിക ശരീരം നാളെ അടക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും തന്റെ വിയോഗത്തിൽ ദുഃഖമുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് സന്തോഷിക്കാവുന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടറായി ഇന്ന് കർത്താവിന്റെ സന്നിധിയിൽ സന്തോഷത്തോടെ ആയിരിക്കുന്നു. ഈ വചനം കേട്ട എല്ലാവരെയും കർത്താവ് സമർത്ഥം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നാളെ നടക്കുന്ന, ഈ ശനിയാഴ്ച നടക്കുന്ന എല്ലാ പ്രോഗ്രാമുകളെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ കൃപയും പരിപാലനം കൂടെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് യേശുവിന്റെ നാമം വെച്ച് നിങ്ങൾ ഓരോരുത്തരും അനുഗ്രഹിക്കുന്നു. സർവ്വമഹത്വവും അവന്, യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. Thank you for watching and God bless you and shalom.